കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ കേരളത്തിന് അർഹമായ നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കും. വിവിധ വിഷയങ്ങളിൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടും. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ നിയമസഭയിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം. ടി.വി. പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, കഴിഞ്ഞ ദിവസത്തെ സഭാ നടപടികൾ നമ്മൾ കണ്ടതാണ്. പ്രക്ഷുബ്ധമായിരുന്നു സഭ. ഡയസിലേക്ക് ചാടിക്കടന്നുവരെ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ. ഇന്ന് ബജറ്റിന്മേലുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി. അതിൽ സംസാരിക്കുമ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ മറുഭാഗത്ത് പ്രതിഷേധം ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? ഉറപ്പായും. ഗുഡ് മോർണിംഗ് കീർത്തന. ഹരിപ്രിയ പറഞ്ഞതുപോലെ ഇന്നും നിയമസഭ പ്രക്ഷുബ്ധമായേക്കും സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ എന്നുള്ളതാണ്. അതിലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് കേന്ദ്ര ബജറ്റിനെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ന് നിയമസഭയിൽ എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിക്കുക. നമുക്കറിയാവുന്നതുപോലെ സമീപകാല ബജറ്റുകളിൽ കേരളത്തിന് ഒരു പ്രാതിനിധ്യവും കിട്ടാത്ത ബജറ്റ് എന്ന് തന്നെ ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിനെ പറയേണ്ടി വരും. കടലാമ സംരക്ഷണം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കാര്യമായ ഒരു പദ്ധതികളും കേരളത്തിന് വേണ്ടി ഉണ്ടായതുമില്ല. നമുക്കറിയാവുന്നതുപോലെ നേരത്തെയാണെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ പദ്ധതികളുമാണ് കേന്ദ്ര ബജറ്റിൽ അവിടേക്ക് നീക്കിവെക്കുന്നതെങ്കിൽ കേരളത്തിൽ അതൊന്നുപോലും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇവിടുത്തെ അതിവേഗ റെയിൽപാത, എയിംസ്, വിഴിഞ്ഞം പോലെയുള്ള വിഷയങ്ങളിൽ ഒരു പരിഗണനയും കേരളത്തിന് തന്നില്ല എന്നൊരു പൊതുവികാരം അത് LDF-നെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുക എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഒരു പ്രമേയം ഇന്നിപ്പോൾ നിയമസഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ നീക്കമായി മാറുകയും ചെയ്യും. പക്ഷേ അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇന്നും തുടരും എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നമ്മൾ ഇന്നലെ കണ്ടതാണ്. സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ ഡയസിലേക്ക് കയറി ചെന്നുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ MLA-മാർ കടക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതേസമയം തന്നെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാനും ഇന്നലെ ഭരണപക്ഷം മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടു. പ്രതികൾ ഒന്നൊന്നായി ജാമ്യം കിട്ടി ഇറങ്ങിപ്പോകുന്നതിന് ഇത് ഒരു ഒത്തുകളിയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഹർജി ഉൾപ്പെടെ സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടിയുള്ള ഹർജി ഉൾപ്പെടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിഷയം മൂർച്ചയാക്കി നിയമസഭയിൽ നിലനിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കീർത്തന, ഹരിപ്രിയ. ശരി, എന്തായാലും ഇന്നും സഭ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിശദമായ വിവരങ്ങളാണ് ടി.വി. പ്രസാദ് നൽകിയത്.